Good afternoon. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIIMS Nagpur. ഇന്ന് നമ്മൾ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് കടക്കാണ്. അപ്പൊ നമുക്ക് ലോങ് ആൻസർ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ റിമൈനിങ് ഉണ്ട്. അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻ നമ്പർ 3 തൊട്ട് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 3 ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് മെക്കാനിസംസ് ഓഫ് അബ്സോർപ്ഷൻ എന്നാണ്. ഡിഫറെന്റ് മോളിക്യൂൾസിന്റെ അബ്സോർപ്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോ അബ്സോർപ്ഷൻ നമ്മൾ എങ്ങനെ പറയും? നമുക്കറിയാം മെയിൻലി 3 മോളിക്യൂൾസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെ? 1 കാർബോഹൈഡ്രേറ്റ്സ്, 2 പ്രോട്ടീൻ, 3rd ഫാറ്റ്. അപ്പൊ ഈ 3 എണ്ണത്തിന്റെയും ഡൈജഷൻ, അബ്സോർപ്ഷൻ റെസ്പെക്റ്റീവ്ലി ഓരോ സ്റ്റേജസിൽ ഇൻ ആലിമെന്ററി കനാൽ എങ്ങനെയാണ് നടക്കുന്നത് ഞാൻ ഓവറോൾ ഒരു റിവ്യൂ പോലെ തരാൻ വേണ്ടി ഈ ക്വസ്റ്റ്യൻ ഉപയോഗിക്കുകയാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഫസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സിന്റെ കേസിൽ, ഇൻ കേസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് നമുക്കറിയാം എല്ലാ കാർബോഹൈഡ്രേറ്റ്സും ബേസിക് ഗോൾ ഓഫ് ഡൈജഷൻ എന്താണ്? കൺവേർട്ട് ഇറ്റ് ഇൻ ടു ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് ഫോം. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം മോസ്റ്റ്ലി സിമ്പിൾ ആക്കിയിട്ട് നമ്മൾ ഐദർ ഗ്ലൂക്കോസോ ഗാലക്ടോസോ ഫ്രക്ടോസോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞ് ഈ ഓരോ മോളിക്യൂളും എന്ത് ചെയ്യും? പിന്നെ പോയി അബ്സോർബ് ഡൗൺ ഫ്രം ദി ഇൻറ്റസ്റ്റൈൻ. ഇതിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ അബ്സോർപ്ഷൻ പറയാനാണെങ്കിൽ നമുക്കറിയാം അബ്സോർപ്ഷൻ ചെയ്യുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് മോളിക്യൂൾ ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് തിങ് നമ്മൾ അറിയേണ്ടത് എന്താണ്? ഗ്ലൂക്കോസിന്റെയും ഗാലക്ടോസിന്റെയും എങ്ങനെയാണെന്നാണ്. ഗ്ലൂക്കോസ് ഉണ്ട്, ഗാലക്ടോസ് ഉണ്ട്, ബീങ് ദ സിംപ്ലസ്റ്റ് ഫോം ആഫ്റ്റർ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പൊ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ലൂമനിൽ ഇപ്പൊ ആരുണ്ടാവാണ്? ദ മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഡൈജസ്റ്റഡ് കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൂക്കോസും ഗാലക്ടോസും വന്ന് നിൽക്കാണ്. ഇനി അവർക്ക് എന്ത് പറ്റുന്നാല് ദേ ആർ ട്രാൻസ്പോർട്ടഡ് ഫ്രം ദിസ് ലൂമൻ ഇൻ ടു സെൽസ് വിത്ത് ഹെൽപ്പ് ഓഫ് ഒരു സോഡിയം ഡിപ്പെൻഡന്റ് കോ ട്രാൻസ്പോർട്ട് മെക്കാനിസം വഴി. സോഡിയം ഡിപ്പെൻഡന്റ് കോ ട്രാൻസ്പോർട്ട് SGLT1 എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ടർ യൂസ് ചെയ്ത് അവർ എങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാണ്? ട്രാൻസ്പോർട്ടഡ് ഫ്രം ഇൻറ്റസ്റ്റൈനൽ ലൂമനിൽ നിന്ന് ഇൻടു ഇൻറ്റസ്റ്റൈനിൽ ലൈൻ ചെയ്തിരിക്കുന്ന സെൽസിന്റെ ഉള്ളിലേക്ക്, ഇൻടു സെൽസ്. ഇനി ഈ ട്രാൻസ്പോർട്ടർ SGLT1 എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടർ എവിടെയാണ് ലൊക്കേറ്റഡ്? ഇൻ ദി ലൂമിനൽ മെംബ്രെയിൻ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ലൂമനുള്ള ഗ്ലൂക്കോസും ഗാലക്ടോസും ഒരു ട്രാൻസ്പോർട്ടർ യൂസ് ചെയ്ത് വിച്ച് ഇസ് എ സോഡിയം ഡിപ്പെൻഡന്റ് കോ ട്രാൻസ്പോർട്ട് മെക്കാനിസം SGLT1. ആ ട്രാൻസ്പോർട്ടർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലൂമിനൽ മെംബ്രെയിൻ. ആ മെംബ്രെയിൻ വഴി ത്രൂ ദിസ് ട്രാൻസ്പോർട്ടർ ദേ ആർ ട്രാൻസ്പോർട്ടഡ് ഫ്രം ദി ഇൻറ്റസ്റ്റൈനൽ ലൂമൻ ഇൻ ടു ദി സെൽസ്. ഇനി ഈ ട്രാൻസ്പോർട്ടറെ കുറിച്ച് പറയാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഷുഗർ ഇസ് ആക്ച്വലി അപ്ഹിൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് നടക്കുന്നത് ആൻഡ് Na+ ഇസ് ആക്ച്വലി ട്രാൻസ്പോർട്ടഡ് ഡൗൺ ഹിൽ. അതായത് ഈ സോഡിയം ഡിപ്പെൻഡന്റ് ട്രാൻസ്പോർട്ടിൽ നമുക്ക് എന്തറിയാം? ഷുഗർ ട്രാൻസ്പോർട്ട് ചെയ്യണം ആൻഡ് സിൻസ് ഇറ്റ് ഇസ് Na+ ഡിപ്പെൻഡന്റ് Na+ന്റെയും ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയണം? ഷുഗർ ഇസ് ജനറലി അപ്ഹിൽ ട്രാൻസ്പോർട്ട് ആണ്. കാരണം എന്താ? നമുക്കറിയാം എന്ത് സെൽസിലേക്ക് ലൂമനിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാണ്. ആൻഡ് ഇൻ കേസ് സെൽസ് കണ്ടെയ്ൻസ് മോർ ഷുഗർ, അങ്ങനെയാണെങ്കിൽ ഷുഗർ ഫർദർ ട്രാൻസ്പോർട്ടഡ് ആവാണ്ടിരിക്കും. പക്ഷെ അങ്ങനത്തെ കേസ് നമുക്ക് വരരുത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഷുഗർ അപ്ഹിൽ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആലോചിച്ച് നോക്കാം. ആൻഡ് Na+ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടഡ് ഡൗൺ ഹിൽ. ഇനി ഇതിപ്പോ അവര് എവിടെ എത്തി? ഇപ്പൊ നമ്മള് സെല്ലിലേക്ക് എത്തിച്ചു വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിസ് ട്രാൻസ്പോർട്ടർ. ഈ സെല്ലിൽ നിന്ന് ബ്ലഡിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? സെൽ ടു ബ്ലഡ് ട്രാൻസ്പോർട്ട് ബൈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇനി ഇത്രയും ആരുടെ കേസിൽ അറിയണം? ഗ്ലൂക്കോസിന്റെയും ഗാലക്ടോസിന്റെയും കേസിൽ അറിയണം. ഇനി അടുത്ത നമ്മുടെ ആരാണ് ഡിസ്കസ് ചെയ്യേണ്ടത്? ഫ്രക്ടോസ്. അപ്പോ ഫ്രക്ടോസിന്റെ എക്സ്ക്ലൂസീവ്ലി ഏത് യൂസ് ചെയ്തിട്ടാണ്? എക്സ്ക്ലൂസീവ്ലി ബൈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പൊ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ടേ നടക്കുള്ളൂ. അഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഫ്രക്ടോസ് കൻ നോട്ട് ബി ട്രാൻസ്പോർട്ടഡ്. അപ്പൊ എക്സ്ക്ലൂസീവ്ലി ബൈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പൊ ഇത്രയും ആരുടെ സ്റ്റോറിയാണ്? കാർബോഹൈഡ്രേറ്റ്സിന്റെ സ്റ്റോറി നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രോട്ടീൻസിന്റെ കേസാണ്. ഇൻ കേസ് ഓഫ് പ്രോട്ടീൻ എങ്ങനെയാണ്? നമ്മൾ കഴിക്കുന്ന ഡയറ്ററി പ്രോട്ടീൻ ഫൈനലി ഇസ് ഡൈജസ്റ്റഡ് ആൻഡ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു അമിനോ ആസിഡ്സ്. ഇനി ഈ അമിനോ ആസിഡ്സ് എങ്ങനെയാണ് അസിമിലേറ്റ് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രോട്ടീൻസ് ദേ ആർ അബ്സോർബ്ഡ് മെയിൻലി ആസ് 3 സാധനങ്ങൾ. അബ്സോർബ്ഡ് ആസ് ഒന്നിക്കല് അമിനോ ആസിഡ്, അല്ലെങ്കിൽ
ഡൈപെപ്റ്റൈഡ് അല്ലെങ്കിൽ ട്രൈപെപ്റ്റൈഡ്. ഇനി പ്രോട്ടീൻ ഡൈജഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എവിടെയൊക്കെ നടക്കും? സ്റ്റാർട്ട്സ് ഇൻ ദി സ്റ്റമക് ആൻഡ് ഓൾസോ ഇൻ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഓൾറെഡി കണ്ടതാണ് പെപ്സിൻ ഉണ്ട് ഇൻ ദി സ്റ്റമക് ആൻഡ് പെപ്സിനോജൻ പെപ്സിനായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് സ്റ്റമക്കിലെ കാര്യങ്ങൾ നോക്കുന്നു. ആൻഡ് ഇൻറ്റെസ്റ്റൈനിൽ എത്തുമ്പോൾ പാൻക്രിയാറ്റിക് പ്രോട്ടിയേസസ് വരുന്നുണ്ട്, വിച്ച് ഇൻക്ലൂഡ് ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സിപെപ്റ്റിഡേസസ്, ഇതൊക്കെ വരുന്നു. ആൻഡ് ദേ ഗെറ്റ് ആക്ടിവേറ്റഡ് ആൻഡ് ദേ ഡൈജസ്റ്റ് പ്രോട്ടീൻസ്. ഇനി അബ്സോർപ്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് എന്താ? ഫ്രീ അമിനോ ആസിഡ്സ് ആയിട്ടാണ് ഡൈജസ്റ്റ് ആയിട്ട് ബ്രോക്കൺ ഡൗൺ ആയിട്ട് ഏറ്റവും ബേസിക് ഫോം ആയിരിക്കുന്നതെങ്കിൽ ഹൗ ഡസ് ദിസ് അമിനോ ആസിഡ്സ് വിച്ച് ആർ ഫ്രീ അമിനോ ആസിഡ് അബ്സോർപ്ഷൻ ഏത് വഴിയാന്ന് വെച്ചാൽ നിങ്ങൾ പറയണം, അത് Na+ ഡിപ്പെൻഡന്റ് അമിനോ ആസിഡ് കോ ട്രാൻസ്പോർട്ട് ആണ്. അതായത് നമ്മൾ ഓൾറെഡി ഗ്ലൂക്കോസിലും ഗാലക്ടോസിലും പഠിച്ച പോലത്തെ സെയിം കോ ട്രാൻസ്പോർട്ടർ യൂസ് ചെയ്ത് Na+ ഡിപ്പെൻഡന്റ് അമിനോ ആസിഡ് കോ ട്രാൻസ്പോർട്ട് ആണ് മെക്കാനിസം. ഇറ്റ് അക്കേഴ്സ് ഇൻ ദി ലൂമിനൽ മെംബ്രെയിനിലെ ട്രാൻസ്പോർട്ടർ യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് സിമിലർ ടു ഹൗ ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് വെയർ അബ്സോർബ്. ഇനി അത് കഴിഞ്ഞ് ഇതിപ്പോ അമിനോ ആസിഡ്സ് ലൂമിനിൽ നിന്ന് എങ്ങോട്ടെത്തി? സെൽസിലേക്ക് എത്തി ബൈ Na+ ഡിപ്പെൻഡന്റ് കോ ട്രാൻസ്പോർട്ട്. അത് കഴിഞ്ഞ് ദേ ആർ ട്രാൻസ്പോർട്ടഡ് ഫ്രം സെൽസ് ടു ബ്ലഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓൾമോസ്റ്റ് സിമിലർ ടു ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. ഇനി സെക്കൻഡ് പാർട്ട് നമ്മളിവിടെ ഉണ്ട്, അമിനോ ആസിഡ് കണ്ടു, ഫ്രീ അമിനോ ആസിഡ് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. ഇനി ഡൈപെപ്റ്റൈഡും ട്രൈപെപ്റ്റൈഡും ഉണ്ട്. അപ്പൊ അവരൊരു ഗ്രൂപ്പ് ആയിട്ടാണ് പഠിക്കുന്നത്, ഡൈപെപ്റ്റൈഡ് ആൻഡ് ട്രൈപെപ്റ്റൈഡ്. ഇൻ കേസ് ഓഫ് ഡൈപെപ്റ്റൈഡ് ആൻഡ് ട്രൈപെപ്റ്റൈഡ് എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ അബ്സോർപ്ഷൻ ഇസ് ഫാസ്റ്റർ ദാൻ ഫ്രീ അമിനോ ആസിഡ്. അബ്സോർപ്ഷൻ ഫാസ്റ്റർ ദാൻ ഫ്രീ അമിനോ ആസിഡ്. ഓക്കെ, ദർ അബ്സോർപ്ഷൻ ഇസ് ഫാസ്റ്റർ ദാൻ ഫ്രീ അമിനോ ആസിഡ്. അത് കഴിഞ്ഞ് അവരെങ്ങനെയാണ് ട്രാൻസ്പോർട്ടഡ് ആവുന്നത്? ദേ ഹാവ് H+ ഡിപ്പെൻഡന്റ് കോ ട്രാൻസ്പോർട്ടർ. അപ്പൊ അവരുടെ മെക്കാനിസം ചോദിച്ചാൽ H+ ഡിപ്പെൻഡന്റ് കോ ട്രാൻസ്പോർട്ട് ആണ് നടക്കുന്നത് ഇൻ ദി ലൂമിനൽ മെംബ്രെയിൻ ആൻഡ് they get transported into the intestinal cells. ഇനി intestinal സെൽസിന്റെ ഉള്ളിൽ വെച്ച് എന്ത് വരുന്നു? ചില സൈറ്റോപ്ലാസ്മിക് പെപ്റ്റിഡേസസ് വരുന്നു ആൻഡ് they hydrolyze them to amino acid. അപ്പൊ ലൂമിനൽ മെംബ്രെയിൻ അവര് സെൽസിലേക്ക് എത്തി ആൻഡ് this cell has സൈറ്റോപ്ലാസ്മിക് പെപ്റ്റിഡേസസ്. ഏത് സെൽ? intestinal സെല്ലിലെ സൈറ്റോപ്ലാസ്മിക് പെപ്റ്റിഡേസ് ഉപയോഗിച്ച് they are hydrolyzed to form tripeptide and dipeptide inside the intestinal cell. With the help of cytoplasmic peptidases get converted into amino acid. ഇനി അമിനോ ആസിഡ് എങ്ങനെയാണ് അടുത്ത ട്രാൻസ്പോർട്ട് നടത്തുന്നത് നമുക്കറിയാലോ. അക്രോസ് ദി സെല്ലിൽ നിന്ന് ബ്ലഡിലേക്കാണ് പോകുന്നത്. they are transported to blood with the help of നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പോ പ്രോട്ടീന്റെ കേസിൽ ചോദിച്ചാൽ വി ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദെയർ ബേസിക് ഫോംസ് വിച്ച് ആർ ടു ബി അബ്സോർബ്. ഇനി അബ്സോർപ്ഷൻ നടക്കുന്നത് ഇന്റസ്റ്റൈനൽ ലൂമനിൽ. ദേ ഹാവ് Na+ ഡിപ്പെൻഡന്റ് അമിനോ ആസിഡ് കോ ട്രാൻസ്പോർട്ട് ഇൻ ദി ലൂമിനൽ മെംബ്രെയിൻ. അവിടുന്ന് പതുക്കെ ലൂമനിൽ സെൽസിലേക്ക് എത്തുന്നു ആൻഡ് വിത്തിൻ ദി സെൽസ് with the help of facilitated diffusion they get transported into blood. ഇനി ഡൈപെപ്റ്റൈഡ് ആൻഡ് ട്രൈപെപ്റ്റൈഡ് ആണെങ്കിൽ their absorption is comparatively faster than the free amino acid and അവർക്ക് എന്താണ് H+ ഡിപ്പെൻഡന്റ് കോ ട്രാൻസ്പോർട്ട് ആണ് ഇൻ ദ ലൂമിനൽ മെംബ്രെയിൻ. അവരങ്ങനെ intestinal സെൽസിലേക്ക് എത്തുന്നു ആൻഡ് within the intestinal cells they have cytoplasmic peptidases with the help of which they get converted to amino acid. ഇനി ഈ അമിനോ ആസിഡ് directly facilitated diffusion വഴി ബ്ലഡിലേക്ക് എത്തിച്ചു. കാർബോഹൈഡ്രേറ്റ്സ് കണ്ടു, പ്രോട്ടീൻ കണ്ടു. ഇനി എന്താണ്? ഫാറ്റ്സ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഫാറ്റ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ദേ ആർ ഇൻസോൾയുബിൾ ഇൻ വാട്ടർ. അതുകൊണ്ട് തന്നെ എന്താ? ദേ ആർ ഡിഫിക്കൾട്ട് ടു ഡൈജസ്റ്റ് ആൻഡ് അബ്സോർബ്. കാരണം എന്താ? intestine completely and most of the intestinal cells in across ഒരു aqueous medium ആണ് provided. പക്ഷെ ഫാറ്റ് എങ്ങനെയാണ്? ഹൈഡ്രോഫോബിക് ആണ്. അപ്പൊ they are difficult to digest and absorb. അപ്പോ ഡൈജഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? when they get digested they are first emulsified. അതായത് വലിയ ലാർജ് ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സിനെ സ്മോളർ ഡ്രോപ്ലെറ്റ്സ് ആക്കി ആൻഡ് അവരുടെ സറൗണ്ടിങ്ങിൽ ആര് വന്നു? ബൈൽ സോൾട്ട് വന്നു നിന്നു ആൻഡ് വിത്ത് ദി ഹൈഡ്രോഫിലിക് സൈഡ് ഓഫ് ബൈൽ സോൾട്ട്സ് പോയിന്റിങ് ഔട്ട്വേർഡ്സ്. നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ദേ ഗെറ്റ് കവേർഡ്. ഇതാണ് വലിയൊരു ഫാറ്റ് ഗ്ലോബ്യൂൾ ഉണ്ടായിരുന്നു കണ്ടെയ്നിങ് മെനി ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ്. അതിനെ സെപ്പറേറ്റ് ആക്കാണ് ഫസ്റ്റ് തിങ്. അങ്ങനെ സെപ്പറേറ്റ് ആക്കി നമുക്ക് എന്ത് കിട്ടി? നമുക്ക് സിംഗിൾ ഗ്ലോബ്യൂൾ ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്തു ആൻഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ബൈൽ സോൾട്ട് അവര് ദേ ഗെറ്റ് കവേർഡ്
ആൻഡ് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇമൾസിഫൈഡ് ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ്. അതായത് അവരുടെ ഹൈഡ്രോഫിലിക്, അതായത് ഈ ഗ്രീൻ എൻഡ് എന്ന് പറയുന്ന ഹൈഡ്രോഫിലിക്, ദേ കൻ സസ്റ്റെയിൻ ഇൻ ദി ആക്വസ് മീഡിയം. അപ്പൊ ഹൈഡ്രോഫിലിക് എൻഡ് പുറത്തേക്ക് ഡയറക്ട് ചെയ്തു. ആൻഡ് ഹൈഡ്രോഫോബിക് എൻഡ് വിച്ച് ഇസ് ലൈപ്പോഫിലിക് കവേഴ്സ് ദി നമ്മുടെ ഗ്ലോബുലാർ ഫാറ്റ് ആൻഡ് ദേ ഗെറ്റ് ഇമൾസിഫൈഡ്. ആൻഡ് ഇത് ഞാൻ പറഞ്ഞാണ് എങ്ങനെയാണ്, ലിപ്പിഡ്സിന് എപ്പോഴും സ്പെഷ്യൽ ഹാൻഡ്ലിംഗ് വേണം. ഡൈജസ്റ്റീവ് ട്രാക്ട് ലൈനിങ്ങിൽ ഒരു വിധത്തിൽ നമ്മൾ വാട്ടർ ബേസ്ഡ് എൻവയൺമെന്റിൽ ഇങ്ങനെ ഇമൾസിഫൈഡ് ഫോമിലേക്ക് നമ്മൾ എത്തിച്ചു. അത് കഴിഞ്ഞ് ടു ട്രാവൽ ഇൻ ദി ബ്ലഡ് സ്ട്രീം അവർക്ക് അവരുടേതായ ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പോ ഇന്റസ്റ്റൈനൽ സെൽസിൽ വെച്ച് അവർ എന്ത് ചെയ്യുന്നു, വിത്തിൻ ദി ഇന്റസ്റ്റൈനൽ സെൽസ് നമ്മുടെ ഫാറ്റി ആസിഡ്സും മോണോഗ്ലിസറൈഡും ഒക്കെ റീ അസംബിൾ ചെയ്യുന്നു ഇൻ ടു ട്രൈഗ്ലിസറൈഡ്. ആൻഡ് പിന്നെ എന്ത് ചെയ്യുന്നു, അത് ഒരു പ്രോട്ടീൻ കാരിയറോട് പോയി ചോദിക്കും, ഞങ്ങളെ ഒന്ന് ബ്ലഡ് സ്ട്രീമിന്റെ അക്രോസ് ക്യാരി ചെയ്ത് കൊണ്ടുപോകോ, ബിക്കോസ് വി ആർ ഇൻ ദ ഹൈഡ്രോഫോബിക്. അപ്പൊ പ്രോട്ടീൻ കാരിയർ പറയും ഓക്കെ ഐ കെൻ ഹെൽപ്പ് യു. എന്നിട്ട് അവരെന്ത് ചെയ്തു, ട്രൈഗ്ലിസറൈഡിനെയും കൊളസ്ട്രോളിനെയും കുറച്ച് ഫോസ്ഫോലിപ്പിഡ്സിനെയും ഒക്കെ കൂടി ഒരു ആഗ്രിഗേറ്റ് ഫോം ചെയ്തു ഇൻ ദി ഫോം ഓഫ് ലൈപ്പോ പ്രോട്ടീൻ. എന്താണ്, ലിപ്പിഡ് പാർട്ടും ഉണ്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് പ്രോട്ടീൻ കാരിയറും ഉണ്ട്. അപ്പൊ ലൈപ്പോ പ്രോട്ടീൻ ആയിട്ട് അവര് ട്രാൻസ്പോർട്ട് തുടങ്ങാണ്. അപ്പൊ ഈ ലൈപ്പോ പ്രോട്ടീന്റെ കേസിൽ ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ചാൽ അവർ ചോദിക്കും ഇന്നർ കോറിൽ പ്രൈമറിലി എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞു, ഇന്നർ കോറിൽ ഇറ്റ് ഇസ് ട്രൈഗ്ലിസറൈഡ് ആൻഡ് കൊളസ്ട്രോൾ എസ്റ്റേഴ്സ്. അതായത് കൊളസ്ട്രോളും ഫാറ്റി ആസിഡും കൂടി ലിങ്ക് ചെയ്യുന്നതിന് കൊളസ്ട്രോൾ എസ്റ്റർ, അതും ട്രൈഗ്ലിസറൈഡും കൂടി ഒരു ഇന്നർ കോർ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, ദേ ഹാവ് എൻ ഔട്ടർ എൻവലപ്പ്. ഔട്ടർ എൻവലപ്പിൽ നമ്മുടെ പ്രോട്ടീൻ ആദ്യം നിർത്തും. കാരണം എന്താ, പ്രോട്ടീൻ ആണ് കാരിയർ. ഇതിന്റെ ഹൈഡ്രോഫോബിസിറ്റിന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് പ്രോട്ടീൻ ഉള്ളത്. അപ്പൊ പ്രോട്ടീനും ഫോസ്ഫോലിപ്പിഡും കൊളസ്ട്രോളും മൂന്നും കൂടി ഒരു ഇന്റർസ്പേഴ്സ് ചെയ്തൊരു ഫോമിലേക്ക് ഔട്ടർ എൻവലപ്പ് ഫോം ചെയ്യുന്നു. അങ്ങനെ ടുഗെദർ അവരെന്ത് ഫോം ചെയ്തു, ഒരു കൈലോമൈക്രൻ ആകുന്നു. അപ്പൊ ഈ കൈലോമൈക്രൻ എങ്ങനെയാണ്, ഇറ്റ് ഇസ് എ ലാർജ് ലൈപ്പോ പ്രോട്ടീൻ. അത് പതുക്കെ ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് കയറുന്നു ഫ്രം ദി ഇന്റസ്റ്റൈനൽ ലൂമൻ. ആൻഡ് അത് പതുക്കെ ജുഗുലാർ വെയിന്റെ വയ ത്രൂ ദി ജുഗുലാർ വെയിൻ അവര് ദേ ആർ റിലീസ്ഡ് ഇൻ ടു ദി ബ്ലഡ് സ്ട്രീം ഫ്രം ദി ലിംഫാറ്റിക് സിസ്റ്റം. അപ്പോ അങ്ങനെയാണ് ആസ് കൈലോമൈക്രോൺസ് ദ ഫാറ്റ് വിച്ച് ഇസ് ഹൈഡ്രോഫോബിക് ഗെറ്റ്സ് പെർഫെക്റ്റ്ലി ട്രാൻസ്പോർട്ടഡ് ത്രൂ ദി ബോഡീസ് വാട്ടർ ബേസ്ഡ് എൻവയൺമെന്റ്. അങ്ങനെ അവർ ഫൈനൽ ഡെസ്റ്റിനേഷൻസ് ആയ ലിവറിലേക്കും, ഫാറ്റ് എങ്ങനെ എവിടെയാണ് റിക്വയർമെന്റ് ഉള്ളത് അതിനനുസരിച്ച് ലിവറിലേക്കും അതർ ബോഡി ടിഷ്യൂസിലേക്കും അവർക്കൊക്കെ അവര് മൂവ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാല് ഡൈജഷൻ, ഓൾമോസ്റ്റ് ഓൾ പ്രോസസ് ഓഫ് ഫാറ്റ്സ് ഇൻസൈഡ് ദി ഇന്റസ്റ്റൈനൽ ലൂമൻ ആയാലും ഇൻ ദ ബ്ലഡ് ആയാലും എല്ലാം ബോഡിയിലൊരു മേജർ ആയിട്ടും അക്വസ് എൻവയൺമെന്റ് ആയതുകൊണ്ട് അവരെങ്ങനെ ചെയ്തു, ഡൈജഷൻ ആദ്യം ഇമൾസിഫിക്കേഷൻ വഴി അവർ നടത്തുന്നു. അത് കഴിഞ്ഞ് അവരുടെ ഡൈജഷൻ എൻഡ് പ്രോഡക്റ്റിൽ എന്ത് ചെയ്തു, ഇനി എന്ത് ചെയ്യണം, അവർക്ക് അബ്സോർപ്ഷൻ ചെയ്യണം. അപ്പൊ ഈ പ്രോഡക്ട്സ് ഓഫ് ഡൈജഷൻ കഴിഞ്ഞ് എൻഡ് പ്രോഡക്ട്സ് ഉണ്ടാവും. എൻഡ് പ്രോഡക്ട്സ് എന്തുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, നമ്മുടെ ബൈൽ സോൾട്ടുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ആൻഡ് ദേ ഫോം എ മിസെല്ലാർ ഫോം, അല്ലെങ്കിൽ മിസെൽസ് ആയിട്ട് ഒരു ഫോം ചെയ്യുന്നു. ഇനി വിത്തിൻ ദി ഇന്റസ്റ്റൈൻ, ഇൻ ദി ഇന്റസ്റ്റൈനൽ സെൽസ് നമ്മുടെ പ്രോഡക്റ്റ് ഓഫ് ലിപ്പിഡ് ഡൈജഷൻ എങ്ങനെ റീഅസംബിൾ ചെയ്യുന്നു, ദേ ഗെറ്റ് റീഎസ്റ്ററിഫൈഡ് ഇൻടു ഏതെന്നാണ് പറഞ്ഞത്, ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ട്, കുറച്ച് കൊളസ്ട്രോൾ എസ്റ്റേഴ്സ് ഉണ്ട്, കൊളസ്ട്രോൾ ആൻഡ് ഫാറ്റി ആസിഡിന്റെ ഇന്റർസ്പേഴ്സ്ഡ് ഫോം, കൊളസ്ട്രോൾ എസ്റ്റേഴ്സ് ഉണ്ട്, ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്. ആൻഡ് ഇവരെ വിത്ത് ഹെൽപ്പ് ഓഫ് പ്രോട്ടീൻ കാരിയർ, ആ പ്രോട്ടീൻ നമ്മൾ അപ്പോ പ്രോട്ടീൻ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇവരെ രണ്ടും എന്ത് ഫോം ചെയ്യുന്നു, എല്ലാം കൂടി ഒരു ആഗ്രിഗേറ്റ് ഫോം ചെയ്യുന്നു വിച്ച് ഇസ് ബേസിക്കലി കൈലോമൈക്രൺ. ആൻഡ് അവർ ഫോം ചെയ്യുന്ന ലാർജ് ലൈപ്പോ പ്രോട്ടീൻ ആണ് ഈ കൈലോമൈക്രൺ. എന്നാൽ ലിപ്പിഡിന്റെയും പ്രോട്ടീന്റെയും ലിപ്പിഡിന്റെയും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥ, ലാർജ് ലൈപ്പോ പ്രോട്ടീൻ. അതിന്റെ ഇന്നർ കോറും ഔട്ടർ കോറും ഞാനിപ്പോ ജസ്റ്റ് ഡിസ്കസ് ചെയ്തോളൂ, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആൻഡ് ഈ കൈലോമൈക്രോൺ ഫോം ചെയ്യുന്നു. ആൻഡ് ഈ കൈലോമൈക്രോണിൽ പിന്നെ എന്ത് സംഭവിക്കുന്നു, എക്സോസൈറ്റോസിസ് മെക്കാനിസം വഴി they get transported out of the intestinal cells. അപ്പോ ഇനി നമുക്കറിയാം എല്ലാവരും എങ്ങനെയാണ് ഇതുവരെ പോയത്, കാർബോഹൈഡ്രേറ്റ്സ് ആയാലും പ്രോട്ടീൻ ആയാലും നേരെ ഇന്റസ്റ്റൈനൽ ലൂമന് ബ്ലഡ് സ്ട്രീമിലേക്കാണ് പോയത്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ എക്സോസൈറ്റോസിസ് വഴി they get transported out of the intestinal cells. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാല് intestinal cells by the process of exocytosis. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല്
ഇവര് കാപ്പിലറീസിലേക്കാണ് ഇനി എൻ്റർ ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം അങ്ങനെയാണ്, ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യുന്ന പറഞ്ഞാൽ കാപ്പിലറിയിലാണ് ഫസ്റ്റ് എൻ്റർ ചെയ്യുന്നത്. പക്ഷെ കൈലോമൈക്രൻസ് ആർ ടു ബിഗ്, അതായത് ടു ലാർജ് ടു എൻ്റർ ദി കാപ്പിലറീസ്. അപ്പൊ കാപ്പിലറീസിലേക്ക് അവര് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൈസ് ഇല്ല കാപ്പിലറീസിന്. സോ ദേ ഗെറ്റ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ലിംഫാറ്റിക് സിസ്റ്റം. അപ്പോ സിൻസ് ദേ ആർ ടു ബിഗ് ടു എൻ്റർ ദി കാപ്പിലറീസ്, അവര് ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് ആദ്യം പോകുന്നു ആൻഡ് അവിടുന്ന് ഡയറക്ട്ലി ബ്ലഡ് സ്ട്രീമിലേക്കും പോകുന്നു. അപ്പൊ ഇത്രയാണ് വയാ ദി thoracic duct. അതായത് നമ്മുടെ ലിംഫിന്റെയും ബ്ലഡിന്റെയും ജംഗ്ഷനിൽ ലിംഫാറ്റിക് സിസ്റ്റം പതുക്കെ ബ്ലഡ് സ്ട്രീമിലേക്ക് കൊടുക്കുന്നു. ആര്? നമ്മുടെ കൈലോമൈക്രൻസിന്. ഇങ്ങനെയാണ് അവര് ഫൈനൽ ഡെസ്റ്റിനേഷനായ ലിവറിലും അഡിപ്പോസ് ടിഷ്യൂലും ഒക്കെ എത്തുന്നത്. അപ്പോ ഫാറ്റ് ഡൈജഷൻ സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. ആൻഡ് ഡൈജഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്, ഇത് അബ്സോർപ്ഷൻ മാത്രമാണ് പറയുന്നത്. ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിന്റെ സമ്മറി നോക്കാനാണെങ്കിൽ എങ്ങനെ, നമ്മളിപ്പോ കണ്ടു സ്മോൾ അമൗണ്ട്സ് ഓഫ് ഗ്ലൂക്കോസ് ആയാലും ഗാലക്ടോസ് ആയാലും അമിനോ ആസിഡ്സ് ആയാലും ഓൾമോസ്റ്റ് സിമിലർലി ആണ് ട്രാൻസ്പോർട്ടഡ്. ആൻഡ് ഓൾസോ സം ഇലക്ട്രോലൈറ്റ്സ് ലൈക്ക് ക്ലോറൈഡ് അയൺസ് നമ്മളിപ്പോ കണ്ടിരുന്നു, ദേ ആർ അബ്സോർബ്ഡ് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ. ആൻഡ് ദ പാസേജ് ഓഫ് ദീസ് സബ്സ്റ്റൻസസ് ഇൻ ടു ദി ബ്ലഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അത് കഴിഞ്ഞ് ഫ്രക്ടോസും വേറെ ചില അമിനോ ആസിഡ്സും എങ്ങനെയാണ് വിത്ത് ഹെൽപ്പ് ഓഫ് കാരിയർ അയൺസ് ലൈക്ക് Na+. ഇനി ഈ മെക്കാനിസത്തിനെ നമ്മൾ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് വിളിച്ചു. ഇത് NCERT സെന്റൻസ് ആണ്. ആക്ച്വലി നടക്കുന്ന പ്രോസസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഓരോ സെന്റൻസും ബൈ ഹാർട്ട് ചെയ്ത് അറിഞ്ഞിരിക്കണം. എങ്ങനെ? സ്മോൾ അമൗണ്ട്സ് ഓഫ് മോണോസാക്കറൈഡ്സ് ലൈക്ക് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്. ഈ അമിനോ ആസിഡ് ഇപ്പൊ ഇതിലും വന്നു NCERT, പിന്നെ എവിടെയും വന്നു അഗൈൻ ഈ ഫ്രക്ടോസിന് കൂടെയും ചില അമിനോ ആസിഡ് വന്നു. അപ്പൊ NCERT എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെ എഴുതിക്കൊണ്ട് അണ്ടർസ്റ്റാൻഡിങ് സേക്കിന് ഞാൻ ആക്ച്വൽ മെക്കാനിസം പറയുകയും ചെയ്തു. അപ്പൊ നിങ്ങളോട് ഇപ്പൊ ചോദിക്കാണ് ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് ആണോ, ഏതാണ്, ഡിപ്പെൻഡന്റ് ആണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ അക്കോർഡിംഗ് ടു NCERT ഡയറക്ട്ലി എഴുതി വെക്കുക. ഇനി ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ നടക്കുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ഓസ്മോട്ടിക് ഗ്രേഡിയന്റ്. ഇനി ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ബീങ് ഇൻസോൾബിൾ അവരെങ്ങനെയാണ് കനോട്ട് ബി അബ്സോർബ്ഡ് ഇൻ ടു ദി ബ്ലഡ്. അവർ ആദ്യം മിസൽസ് ആയി, സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ആയി move across the intestinal mucosa with the help of bile salt. അത് കഴിഞ്ഞ് they are reformed into protein coated fat globules like chylomicrons. ഇനി they are transported, since chylomicrons are too large to enter the capillaries, they get transported to the lymph vessels in the villi. ഇനി ഈ lymph vessels ultimately എവിടെ എത്തുന്നു? reach the blood stream. അപ്പൊ ഇങ്ങനെയാണ് NCERT-ലെ പോയിന്റ്സ് പറയുന്നത്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, discuss the role of hepatopancreatic complex in the digestion of carbohydrate, protein and fat components of food. അപ്പൊ ഓരോന്നിനും ഹെപ്പാറ്റോപാൻക്രിയാറ്റിക് കോംപ്ലക്സ് എന്താണെന്ന് ഞാൻ പാർട്ട് 1 ഡിസ്കസ് ചെയ്താണ്. അത് ഓൾറെഡി എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നമ്മൾ പ്രോഗ്രസ് ചെയ്ത് പോവാണെങ്കിൽ ഇനി എന്താ പറയേണ്ടത്, ഹെപ്പാറ്റിക് പാൻക്രിയാറ്റിക് കോംപ്ലക്സ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻ ദി കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ഡൈജഷൻ എന്നാണ്. നമുക്കറിയാം സ്റ്റൊമക്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി ഈ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് കോംപ്ലക്സിന്റെ റിലീസ് എങ്ങനെയാണ്? ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് കോംപ്ലക്സ് അവര് എന്ത് റിലീസ് ചെയ്യുന്നു? അവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? ഒന്നാമത്തത് ബൈൽ ജ്യൂസ് ഉണ്ട്. രണ്ടാമത്തത് കോമൺ ഓപ്പണിംഗ് ആയതുകൊണ്ട് അവർക്ക് പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ട് കമ്മിങ് ഫ്രം പാൻക്രിയാസ്. ആൻഡ് നമുക്ക് ഓൾസോ അറിയാം ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. അത് കൂടാണ്ട് ഡുവോഡിനത്തിലേക്ക് റിലീസ്ഡ് ആവുന്നതാണ് ഇന്റസ്റ്റൈനൽ ജ്യൂസ്, സക്കസ് എന്ററിക്കസ്. അപ്പൊ ഇന്റസ്റ്റൈനൽ ജ്യൂസും ഉണ്ട്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസും ബൈലും റിലീസ് ത്രൂ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് എന്ന് ഓർത്തുക. ആൻഡ് അത് കൂടാണ്ട് നമ്മുടെ ഇന്റസ്റ്റൈനൽ ജ്യൂസ് വന്നു. ഇനി പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഇതൊക്കെ. പാൻക്രിയാറ്റിക് ജ്യൂസിൽ നമ്മൾ കണ്ടിരുന്നു കുറെ ഇനാക്റ്റീവ് എൻസൈം ഉണ്ട്, ട്രിപ്സിനോജൻ ഉണ്ട്, കൈമോട്രിപ്സിനോജൻ ഉണ്ട്. ഇനി അതല്ലാണ്ട് എന്തുണ്ടായിരുന്നു? പ്രോ കാർബോക്സി പെപ്റ്റിഡേസസ് ഉണ്ടായിരുന്നു. അതല്ലാണ്ട് ചില അമൈലേസസ് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ എയ്ഡ് ചെയ്യാൻ, ലൈപ്പേസസ് ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ, ആൻഡ് ന്യൂക്ലിയേസസ്. ഇത്രയും ഏതിലുണ്ട്? നമ്മൾ പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ കണ്ടന്റ്സ് ആയിട്ട് പറഞ്ഞിരുന്നു. ഇനി നമുക്കറിയാം എന്തെങ്കിലും ഇനി ആക്ട് ചെയ്യണമെങ്കിൽ ഇത്രയും ഇനാക്റ്റീവ് എൻസൈംസ് ഉണ്ട്. ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ആരെങ്കിലും വരണം. അപ്പൊ ട്രിപ്സിനോജനെ ആക്ടിവേറ്റ് ചെയ്യുന്നു ടു ആരായിട്ട്? ടു ആക്റ്റീവ് ട്രിപ്സിൻ ബൈ ആരാന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എന്ത്? എന്റെറോകൈനേസ്. ഈ എന്റെറോകൈനേസ് റിലീസ് വരുന്നത് ഫ്രം
intestinal mucosa. അപ്പോൾ intestinal mucosa സെക്രീറ്റ് ചെയ്യുന്ന എന്ററോകൈനേസ് വന്ന് ട്രിപ്സിനോജനെ ട്രിപ്സിനായിട്ട് ആക്ടിവേറ്റ് ചെയ്തു. ഇനി ഈ ട്രിപ്സിൻ പോയി ബാക്കിയുള്ളതിനെ എന്താക്കുന്നു? ഈ ട്രിപ്സിൻ വന്ന് ബാക്കിയുള്ള എൻസൈംസിന്, അതായത് ഈ ഇനാക്റ്റീവ് എൻസൈംസിനൊക്കെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ആക്റ്റീവ് എൻസൈംസ് ആയിട്ട്. അതായത് കൈമോട്രിപ്സിൻ ആൻഡ് കാർബോക്സി പെപ്റ്റിഡേസ് ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് ആര് വരുന്നു? ട്രിപ്സിൻ വന്ന് കൺവേർട്ട് ചെയ്ത് ആക്റ്റീവ് ആക്കുന്നു. ഇനി പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ കാര്യം നമ്മളിപ്പോ കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് ബൈലിന്റെ കേസാണ്. ഈ ബൈല് റിലീസ്ഡ് ഇൻ ടു ഡുവോഡിനം ആണെന്ന് നമുക്കറിയാം. ഇതിൽ എന്തൊക്കെയുണ്ട് കണ്ടന്റ്സ് എന്ന് ചോദിച്ചാല്, ബൈലില് നമുക്ക് അറിയാം ബൈലിന്റെ പിഗ്മെന്റ്സ് ഉണ്ട്, ബൈലിന്റെ സോൾട്ട് ഉണ്ട്, ചില കൊളസ്ട്രോൾ പാർട്ടിക്കിൾസ് ഉണ്ട് ആൻഡ് സം ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്. അപ്പോ ബൈൽ റിലീസ്ഡ് synthesized in liver and secreted by gallbladder into the hepatopancreatic duct reaches the duodenum containing bile pigments. Bile pigments രണ്ടെണ്ണം എന്തൊക്കെ? ബിലിറുബിൻ ആൻഡ് ബിലിവേർഡിൻ. അത് കൂടാണ്ട് ബൈൽ സോൾട്ട്, കൊളസ്ട്രോൾ, ഫോസ്ഫോലിപ്പിഡ്സ്. ഇനി ഒരു PYQ പറയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഇറ്റ് കണ്ടെയ്ൻസ് നോ എൻസൈം. ബൈൽ കണ്ടെയ്ൻസ് നോ എൻസൈംസ്. അപ്പൊ ഇത്രയും ആര് റിലീസ് ചെയ്യുന്നു? ബൈൽ റിലീസ് ചെയ്യുന്നു. ഇനി ഇതിലെ ബൈൽ സോൾട്ട് എന്തായാലും നമുക്കറിയാം. എന്താണ്? ഫാറ്റിന്റെ ഇമൾസിഫിക്കേഷൻ നടത്തുന്നു ആൻഡ് കൺവേർട്സ് ദം ഇൻടു വെരി സ്മോൾ മിസൽസ്. ആൻഡ് ഓൾസോ ഈ ബൈൽ സോൾട്ട് എന്തുകൂടി ചെയ്യുന്നു? ആക്ടിവേറ്റ്സ് ലൈപ്പേസസ്. ഈ രണ്ട് ഫംഗ്ഷൻ ഓഫ് ബൈൽ സോൾട്ട് എന്തൊക്കെയാന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. അതുകൊണ്ട് അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താണ് നടക്കുന്നത്? ഈ ഓരോ റിലീസ് ചെയ്ത എൻസൈംസും വിത്തിൻ പാൻക്രിയാറ്റിക് ജ്യൂസിലെ എൻസൈംസ് ആയാലും ഇന്റസ്റ്റൈനൽ ജ്യൂസ് ആയാലും അവരെങ്ങനെ ഫർദർ കൺവേർട്ട് ചെയ്യുന്നു ഇൻടു എന്തായിട്ട്? പ്രോട്ടീൻ ഡൈജഷൻ നടക്കുന്നു. ഇതിന്റെ ഹെൽപ്പോടെ പ്രോട്ടീൻ ഡൈജഷൻ, കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ, ലിപ്പിഡ് ഡൈജഷൻ, ന്യൂക്ലിക് ആസിഡിന്റെ ഡൈജഷൻ എല്ലാം നടത്തി ഫൈനൽ ഫർദർ ബ്രേക്ക് ഡൗൺ കോസ് ചെയ്യുന്നു. ആ ബ്രേക്ക് ഡൗണിന്റെ മെക്കാനിസംസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. ഇവിടെ തൊട്ട് എവിടെ നടക്കുന്നതാണ്? ഇന്റസ്റ്റൈനിൽ നടക്കുന്ന പ്രോസസ് ആണ്. അതുകൊണ്ട് ഞാൻ അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതുവരെ സ്റ്റമക്ക് ആയിരുന്നു. ബാക്കിയുള്ള പ്രോസസ്സും കൂടി ഒന്ന് എന്ത് ചെയ്യണം? എൻലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോ ആൻസറിലേക്ക് ഇത്രയും കാര്യം നോട്ട് ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആണ്. ഇത്രയും അറിഞ്ഞിരിക്കുക, ബേസിക് ആണ്. ഇനി ഇതിന്റെ ആൻസർ ഹൗ ടു റൈറ്റ് എന്താണ്? ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട്. ലിവർ എന്തുണ്ടാക്കുന്നു? ബൈൽ ജ്യൂസ് ഉണ്ടാക്കുന്നു. ലിവർ ബൈൽ ജ്യൂസ് ഉണ്ടാക്കുന്നു. ബൈൽ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എൻസൈം ഇമ്പോർട്ടന്റ് ആൻഡ് അവരെന്ത് ചെയ്യുന്നു? ബൈൽ ഫെസിലിറ്റേറ്റ്സ് ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്സ് ആൻഡ് ഓൾസോ പ്രൊവൈഡ്സ് ആൽക്കലൈൻ മീഡിയം. അതുകൊണ്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ ദാറ്റ് ഡൈജഷൻ occurs properly inside the intestine. ഇനി റോൾ ഓഫ് പാൻക്രിയാസ്. പാൻക്രിയാസ് സെക്രീറ്റ്സ് പാൻക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് അവരിൽ കുറെ ഇൻആക്റ്റീവ് എൻസൈംസ് ഉണ്ട്. ആൻഡ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്താണെന്ന് വെച്ചാൽ ട്രിപ്സിനോജൻ ബീങ് ആക്ടിവേറ്റഡ് ബൈ എന്ററോകൈനേസ് സെക്രീറ്റഡ് ബൈ ഇന്റസ്റ്റൈനൽ മ്യൂക്കോസ ആക്റ്റീവ് ട്രിപ്സിൻ ആവുന്നു. ഇനി ഈ ആക്റ്റീവ് ട്രിപ്സിൻ വന്നിട്ട് വേണം ബാക്കിയുള്ള എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ. ആൻഡ് ബാക്കിയുള്ള എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ലൈക്ക് കൈമോട്രിപ്സിനോജനെ കൈമോട്രിപ്സിൻ ആക്കുന്നു. പ്രോ കാർബോക്സി പെപ്റ്റിഡേസിനെ കാർബോക്സി പെപ്റ്റിഡേസ് ആക്കുന്നു. അത് കൂടാണ്ട് ബാക്കിയുള്ള എൻസൈംസ് ലൈക്ക് മൈലേസ് എന്ത് ചെയ്യുന്നു? കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇനി ട്രിപ്സിൻ കൈമോട്രിപ്സിൻ പോയി പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. ലൈപ്പേസ് വന്ന് ട്രൈഗ്ലിസറൈഡ്സിനെ ഡൈ ആൻഡ് മോണോഗ്ലിസറൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് ആണ് ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് എന്തിന്റെ ഡക്ട് സിസ്റ്റം വരച്ചു വെച്ചിട്ടുണ്ട്? ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ടിന്റെ ഒരു ഡയഗ്രാം വിത്ത് ലേബിളിംഗ്സ്. അത് വരക്കാൻ അറിയണം, ഇമ്പോർട്ടന്റ് ആണ് ഫോർ ദി തിയറി എക്സാം. ഇനി ആ ബൈൽ ഡക്ട് എവിടുന്ന് വരുന്നു? ഗോൾ ബ്ലാഡറിനും ലിവറിനും വരുന്നു. പാൻക്രിയാസിന് പാൻക്രിയാറ്റിക് ഡക്ട് വരുന്നു. ഇത് രണ്ടും ജോയിൻ ചെയ്ത് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് ആവുന്നു, വിച്ച് ഇസ് ഗാർഡഡ് ബൈ എ സ്ഫിൻക്ടർ കോൾഡ് സ്ഫിൻക്ടർ ഓഫ് ഓഡൈ. ഇനി ഇത് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഇനാക്റ്റീവ് എൻസൈംസ് ഉണ്ട്. ആ ഇനാക്റ്റീവ് എൻസൈംസ് ഒക്കെ ഓൾറെഡി നമ്മൾ എങ്ങനെ ആക്റ്റീവ് ആവുന്നൊക്കെ പറഞ്ഞതാണ്. ഇനി ആക്ഷൻ ഓഫ് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് സെക്രീഷൻ ഓൺ ഡൈജഷൻ ഓൺ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? Carbohydrates in the chyme are hydrolyzed by the pancreatic amylases and final product നമുക്ക് എന്ത് കിട്ടുന്നു? Disaccharides. ഇനി അത് കഴിഞ്ഞ് fats are broken down by lipases with the help of bile into di and monosaccharides. അത് കഴിഞ്ഞ് triglycerides with the help of bile emulsified triglyceride ആവുന്നു. with the help of lipase അത് diglyceride ആവുന്നു and further monoglyceride ആയി digested ആവുന്നു. ഇനി പ്രോട്ടീൻസ് ഇൻ ദി കൈം, തൈം അല്ല കൈം, പ്രോട്ടീൻസ് ഇൻ ദി കൈം റീച്ചിങ് ദി ഇന്റസ്റ്റൈൻ. അവര് ആക്ട് ചെയ്യാൻ ആരുണ്ട്? നമ്മുടെ
പാൻക്രിയാറ്റിക് ജ്യൂസിലെ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് പ്രോട്ടിയോളിറ്റിക് എൻസൈംസ് ഉണ്ട്. അവർ വന്ന് ഫർദർ ഡിവൈഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് വരെ ഡൈപെപ്റ്റൈഡ്സ് ആക്കി കൺവേർട്ടഡ് ആക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പറയേണ്ടത്. ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിന്റെ റിലീസും അതിന്റെ ഡൈജഷനും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ഡക്ട് സിസ്റ്റം വരക്കുക, അത് കഴിഞ്ഞ് ഡൈജഷൻ ഫോർ ഏത് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ചാപ്റ്റർ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദി പ്രോസസ് ഓഫ് ഡൈജഷൻ ഇൻ ദി ബക്കൽ കാവിറ്റി വിത്ത് എ നോട്ട് ഓൺ ദി അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത്. ബക്കൽ കാവിറ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് എന്തൊക്കെയാണ് ഫുഡിന്റെ ഡൈജഷനിൽ നടക്കുന്നത്. മെയിൻ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ബക്കൽ കാവിറ്റി NCERT-യിൽ എഴുതിയിട്ടുണ്ട്. ബക്കൽ കാവിറ്റിയിൽ മേജർ 2 ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് മാസ്റ്റിക്കേഷൻ, രണ്ടാമത്തത് ഫെസിലിറ്റേഷൻ ഓഫ് സ്വാലോയിങ്. ഇനി നമുക്കറിയാം ബക്കൽ കാവിറ്റിയിൽ ടങ്ങും ടീത്തും ഒക്കെ ഉണ്ട്. ആൻഡ് വി ഓൾസോ ഹാവ് സലൈവ ഇൻ ദി ബക്കൽ കാവിറ്റി. ഇതിന്റെ ഒക്കെ ഹെൽപ്പോടെ ടങ്, ടീത്ത്, സലൈവ ഒക്കെ കൂടി മാസ്റ്റിക്കേറ്റ് ചെയ്യുന്നു, ഫെസിലിറ്റേറ്റ് സ്വാലോയിങ്. അങ്ങനെ ഫുഡിനെ കംപ്ലീറ്റ്ലി മിക്സപ്പ് ചെയ്ത് ഒരു ബോൾഡസ് എന്ന് പറയുന്ന ഫോമിലേക്ക് ആക്കുന്നു. ആൻഡ് നമുക്കറിയാം സലൈവയിൽ എന്തും കൂടി ഉണ്ട്, മ്യൂക്കസും കൂടി ഉണ്ട്. അപ്പോൾ ദേ ഹെൽപ്പ് ഇൻ ഹോൾഡിംഗ് ടുഗെദർ ദി ഫുഡ് പാർട്ടിക്കിൾസ് ഇൻ ടു എ ബോളസ്. അപ്പൊ ബക്കൽ കാവിറ്റിയില് ടീത്ത്, ടങ്, സലൈവ ആൻഡ് സലൈവയില് ഹാസ് മ്യൂക്കസ്. ഇതൊക്കെ കൂടി എന്ത് ചെയ്യുന്നു, ഇതൊക്കെ കൂടി ഒരു ബോളസ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസിനെ. ഈ ബോളസ് ഇനി എങ്ങോട്ട് പോകുന്നു, പതുക്കെ ഫാരൻസിലേക്ക് പോവാണ്. ബോളസ് ഫർദർ പാസസ് ഡൗൺ ത്രൂ ദി ഈസോഫേഗസ്. ഫാരൻസ് പോകുന്നു ആൻഡ് പതുക്കെ ഈസോഫേഗസിലേക്ക് പോകുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡീഗ്ലൂട്ടിഷൻ അല്ലെങ്കിൽ സ്വാലോയിങ്. അത് കഴിഞ്ഞ് ഈസോഫാഗസിൽ നമുക്കറിയാം എന്തുണ്ട്, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന മസ്കുലർ കോൺട്രാക്ടൈൽ മൂവ്മെന്റ്സ് ഉണ്ട്. ഈ മസ്കുലർ കോൺട്രാക്ഷൻസ് കോൾഡ് പെരിസ്റ്റാൾസിന്റെ സഹായത്തോടുകൂടി ദേ ആർ the food is passed along the tube of esophagus. ഈസോഫേഗസിൽ കൂടി പാസേജ് നടക്കുന്നു ആൻഡ് ഫൈനലി ഇറ്റ് റീച്ചസ് ദി സ്റ്റമക്. ഇനി അടുത്ത ബക്കൽ കാവിറ്റിയിൽ ഇമ്പോർട്ടന്റ് അറിഞ്ഞിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ സലൈവ കണ്ടെയ്ൻസ് വാട്ട് എന്ന് അറിഞ്ഞിരിക്കണം. എന്തുണ്ട്, എൻസൈംസ് ഉണ്ട്. അതായത് സലൈവറി അമൈലേസ്, ലൈസോസൈൻ, ഇതൊക്കെ സലൈവറി അമൈലേസ്, ലൈസോസൈൻ, ഇത്തരത്തിലുള്ള എൻസൈംസ് ഉണ്ട്. ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്, മ്യൂക്കസ് ഉണ്ട്. മ്യൂക്കസ് ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, സ്റ്റിൽ ഒന്നും കൂടി എഴുതാം. ഇത്രയും കണ്ടന്റ്സ് ഉണ്ട്. ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മുടെ ഫുഡിനെ അഡർ ടു ഈച്ച് അതർ, അതായത് അഡർ ടുഗെദർ. ഫുഡ് പാർട്ടിക്കിൾസ് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീത്ത് അത് മാസ്റ്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് അവരെ ഒരുമിച്ചൊരു ബോളസ് ഫോമിലേക്ക് ആക്കുന്നു. ആൻഡ് ഈ ബോളസിനെ ഇങ്ങോട്ടേക്ക് പതുക്കെ ഈസോഫേഗസ് വഴി സ്റ്റമക്കിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി ബക്കൽ കാവിറ്റിയിലെ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, chemical process of digestion is initiated in the oral cavity. Initiated in oral cavity അല്ലെങ്കിൽ ബക്കൽ കാവിറ്റി. നമുക്കറിയാം ഏതിന്റെ ഹെൽപ്പോട് കൂടിയാണ്, മെയിൻലി സലൈവറി അമൈലേസ്. ഇനി പതുക്കെ മേജർ ചങ്ക് ഓഫ് സ്റ്റാർച്ച് ഹൈഡ്രലൈസ് ചെയ്ത് നമ്മുടെ ബക്കൽ കാവിറ്റിന്റെ pH വെച്ച് ഡൈസാക്കറൈഡ് അല്ലെങ്കിൽ മാൾട്ടോസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ആൻഡ് ഓൾസോ ലൈസോസോം ഉള്ളതുകൊണ്ട് ആന്റി ബാക്ടീരിയൽ ഫംഗ്ഷനും ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബക്കൽ കാവിറ്റിയിൽ നടക്കുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. മെയിൻ കീ പോയിന്റ്സ് സ്ക്രീനിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഇതിനെ വെച്ച് എന്ത് ചെയ്യണം, എലാബറേറ്റ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ആൻസർ ഉണ്ടാക്കണം. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അപ്പോ ബക്കൽ കാവിറ്റി പെർഫോംസ് 2 മേജർ ഫംഗ്ഷൻസ്. ഓൾറെഡി പറഞ്ഞു, മാസ്റ്റിക്കേഷൻ ചവച്ചരക്ക ആൻഡ് ഫെസിലിറ്റേറ്റ്സ് swallowing. ആൻഡ് അത് കഴിഞ്ഞ് ഫുഡ് ഗെറ്റ്സ് മിക്സ്ഡ് വിത്ത് സലൈവ. ആൻഡ് നമ്മൾ ച്യൂയിങ് പ്രോസസ്സിൽ, ച്യൂയിങ് ആണിത്, ച്യൂയിങ് പ്രോസസ്സിന്റെ എൻഡില് ഫുഡ് സ്മോൾ പീസസിലേക്ക് ആവുന്നു. ആൻഡ് ബക്കൽ കാവിറ്റി is also involved in the digestion. അപ്പോൾ the chemical process of digestion starts in the buccal cavity. And digestion of carbohydrates എപ്പോഴാണ് നടക്കുന്നത്, ബക്കൽ കാവിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് സലൈവയിൽ സലൈവറി അമൈലേസ് ഉണ്ട്. And it converts starch into maltose, isomaltose and alpha dextrins. ഇനി 30% എവിടെ എന്ത് നടക്കുന്നു, ബക്കൽ കാവിറ്റിയിൽ ഹൈഡ്രോളിസിസ് നടക്കുന്നു. നമ്മുടെ 30% ഓഫ് സ്റ്റാർച്ചിനെ വിത്ത് ഹെൽപ്പ് ഓഫ് സലൈവറി അമൈലേസ് എന്താക്കി കൺവേർട്ട് ചെയ്തു, മാൾട്ടോസ്, ഐസോമാൾട്ടോസ് ആൻഡ് ആൽഫ ഡെക്സ്ട്രിൻസ്. ഇനി സലൈവ ഡു നോട്ട് ഹാവ് അല്ലെങ്കിൽ കണ്ടെയ്ൻ എനി പ്രോട്ടീൻ ഓർ ഫാറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം. അതുകൊണ്ട് അവരുടെ ഡൈജഷൻ ഓറൽ കാവിറ്റിയിൽ ഇനീഷ്യേറ്റഡ് ആവുന്നില്ല. ഇനി ഇത്രയും ബക്കൽ കാവിറ്റിന്റെ കേസിൽ പറയാ.
വിത്ത് ഹെൽപ്പ് ഓഫ് ദിസ് ഡയഗ്രാം. ആൻഡ് ഇത് കഴിഞ്ഞ് എന്താ ചോദിച്ചിരിക്കുന്നത്, നോട്ട് ഓൺ ദി അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത്. ഓറൽ ക്യാവിറ്റിനെ പറ്റി കുറച്ച് പറയാനാണ് വന്നത്. നമുക്ക് എന്തറിയാം ഓറൽ ക്യാവിറ്റിനെ പറ്റി? ഓറൽ ക്യാവിറ്റി ഹാസ് എ teeth and a muscular tongue, and each tooth is embedded in a socket of jaw bone. അതായത് ജോ ബോണില് സോക്കറ്റിൽ എംബെഡഡ് ആണ്. അതിനെ ആ പേരിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? തീക്കോഡോണ്ട് എന്ന് വിളിക്കുന്നു. തീക്കോഡോണ്ട് എന്ന് വന്നിട്ട് ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം സോക്കറ്റിൽ എംബെഡഡ് ആയതുകൊണ്ടാണ് നമ്മൾ തീക്കോഡോണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഹ്യൂമൻസിന് 2 സെറ്റ്സ് ഓഫ് ടീത്ത് ഉണ്ട്. ആദ്യം ഒരു ടെമ്പററി സെറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു പെർമനന്റ് സെറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ 2 തവണ ടീത്ത് വന്നു പോകുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഡിഫ്യോഡോണ്ട് എന്നും കൂടി വിളിക്കുന്നുണ്ട്. അപ്പൊ ഹ്യൂമൻ ടീത്ത് തീക്കോഡോണ്ട് എന്ന് പറയാം, ഡിഫ്യോഡോണ്ട് എന്നും പറയാം. ഇനി അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത് കാണിക്കാൻ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഇൻസിസേഴ്സ്, കെനൈൻ, പ്രീ മോളേഴ്സ് ആൻഡ് മോളേഴ്സ്, they are embedded in the socket of jaw, and we have 2 sets of teeth, temporary and permanent. So we call human teeth as thecodont and diphyodont. ഇനി 4 types of teeth ഉണ്ട്. ഏതൊക്കെ? ഇൻസിസേഴ്സ്, കെനൈൻ, പ്രീമോളേഴ്സ് ആൻഡ് മോളേഴ്സ്. ഇനി ഈച്ച് ഹാഫ് ഓഫ് എ ജോയിനെ നമ്മൾ ഡെന്റൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 2 1 2 3 by 2 1 2 3. What does it show? It shows that 2 incisors are for cutting, and ഈ ആദ്യത്തത് ഇൻസിസേഴ്സ് ഫോർ കട്ടിങ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് കെനൈൻ, 1 കെനൈൻ ഫോർ ടയറിങ്. ഇനി പ്രീ മോളേഴ്സ് ആണ് ഈ തേർഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2. അപ്പൊ 2 പ്രീ മോളേഴ്സും ഉണ്ട്, 3 മോളേഴ്സും ഉണ്ട്. ദേ ഹെൽപ്പ് ഇൻ ഗ്രൈൻഡിങ് ആൻഡ് ക്രഷിങ് നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസ്. ദസ് there are total 32 teeth in human adult. ഇത്രയാണ് 5th ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. ഇതോടെ നമ്മുടെ എന്ത് തീർന്നു? നമ്മുടെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷന്റെ NCERT ഡിസ്കഷൻ, എക്സാംപ്ലർ ക്വസ്റ്റ്യൻസിൽ ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി 20 മിനിറ്റ്സ് ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് സോൾവ് ചെയ്യാം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയി തോന്നിയ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ ഓവർ ആയിട്ട് ഈസി ആണെന്ന് പറഞ്ഞാൽ തെറ്റാനും ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എൻസൈംസ് പ്രസന്റ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ് ആർ. പാൻക്രിയാറ്റിക് ജ്യൂസിലെ എൻസൈംസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ തന്നിരിക്കുന്നത് അമൈലേസ്. നമുക്കറിയാം എന്ത് അമൈലേസ് എന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഉള്ള സാധനമാണ്. അപ്പൊ അമൈലേസ് നമുക്ക് ടിക്കിടാം. ട്രിപ്സിനോജൻ പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഉണ്ട്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇനി പെപ്റ്റിഡേസ് എന്ന് പറയുന്നത് ഉണ്ട് പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഉണ്ടോ? നമുക്കറിയാം എന്തുണ്ട്? കൈമോട്രിപ്സിനോജൻ ഉണ്ട് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ. കാർബോക്സി പെപ്റ്റിഡേസും ഉണ്ട്. അപ്പൊ കാർബോക്സി പെപ്റ്റിഡേസ് കൈൻഡ് ഓഫ് പെപ്റ്റിഡേസ്. അപ്പൊ പെപ്റ്റിഡേസ് നമുക്ക് ഉണ്ട് എന്ന് പറയാം. പക്ഷെ റെനിൻ എന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഇല്ല. അപ്പൊ ഓപ്ഷൻ എ എന്തായി? തെറ്റ് ആയി. ഇനി ഓപ്ഷൻ ബി ട്രിപ്സിനോജൻ ഉണ്ടെന്ന് അറിയാം. ലൈപേസ് ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഉണ്ട്. മൈലേസും അഗൈൻ കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഉണ്ട്. ഇനി പ്രോ കാർബോക്സി പെപ്റ്റിഡേസും നമുക്കറിയാം എന്തിനുണ്ട്? പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഉണ്ട്. അപ്പൊ ആ ഓപ്ഷൻ കംപ്ലീറ്റ്ലി കറക്റ്റ് ആണ്. ഇനി തേർഡ് ഓപ്ഷൻ അഗൈൻ പെപ്സിൻ. പെപ്സിൻ പാൻക്രിയാറ്റിക് ജ്യൂസിലല്ല, സ്റ്റമക്കിനാണ് എന്തുണ്ടാവുന്നത്? സെക്രീറ്റഡ് ആവുന്നത്. അപ്പൊ ഇതും എന്തായി? റെനിനും അഗൈൻ സ്റ്റമക്കിലാണ്, പാൻക്രിയാറ്റിക് ജ്യൂസിലല്ല. അപ്പൊ ഇത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആയി. ഇനി ഓപ്ഷൻ ഡി പറയുന്നത് എന്താ? പെപ്സിനും അഗൈൻ പാൻക്രിയാറ്റിക് ജ്യൂസിൽ പറയാൻ പറ്റില്ല. മൈലേസ് ഉണ്ട്, മാൾട്ടേസും ഉണ്ട്, ട്രിപ്സിനോജനും ഉണ്ട്. അപ്പോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ which of the following hormones stimulates the production of pancreatic juice and bicarbonate ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പാൻക്രിയാറ്റിക് ജ്യൂസും ബൈകാർബണേറ്റും പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ? നമുക്ക് എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പഠിച്ചത്? ഇൻസുലിൻ ഡിക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, അതേപോലെ ഗ്ലൂക്കഗോൺ ഇൻക്രീസസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. പാൻക്രിയാറ്റിക് ജ്യൂസിലും ബൈകാർബണേറ്റിലും ഇവർക്ക് റോള് ഇല്ല. ഇനി ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ ഗ്യാസ്ട്രിൻ. ഗ്യാസ്ട്രിൻ എന്താണ്? നമുക്കറിയാം ഗ്യാസ്ട്രിക് സെക്രീഷൻ കൂട്ടാനുള്ള എൻസൈമാണ്. ആൻഡ് ഇൻസുലിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? ബ്ലഡ് ഗ്ലൂക്കോസ് കുറക്കുന്ന ഹോർമോൺ ആണ്. ഇനി ആൻജിയോടെൻസിൻ ആൻഡ് എപ്പിനെഫ്രിൻ എടുത്തു നോക്കിയാലും ആൻജിയോടെൻസിൻ എന്താണ്? ആൻജിയോടെൻസിൻ വാസ്കുലർ വാസോ കൺസ്ട്രക്ഷൻ കോസ് ചെയ്യുന്നതാണ്, അല്ലാണ്ട് പാൻക്രിയാറ്റിക് ജ്യൂസും ബൈകാർബണേറ്റുമായിട്ട് റിലേഷൻ ഇല്ലാത്തതാണ്. അഗൈൻ എപ്പിനെഫ്രിനും എങ്ങനെയാണ്? നമ്മുടെ ഫിയർ ഫ്ലൈറ്റ് ഫൈറ്റ് ഹോർമോൺ ആണ്, ഇതുമായിട്ട് റിലേഷൻ ഇല്ല. ഇനി ആൻസർ എന്താണ്? കോളിസിസ്റ്റോകൈനിൻ ആൻഡ് സെക്രീറ്റിൻ. കാരണം എന്താ? ഇവര് രണ്ടുമാണ് ഏത് സെക്രീഷൻ കൂട്ടുന്നത്? പ്രൊഡക്ഷൻ ഓഫ് പാൻക്രിയാറ്റിക് ജ്യൂസ് ആൻഡ് ബൈകാർബണേറ്റ് ചെയ്യുന്നത്. ഹോർമോൺസ് കൺട്രോളിങ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡൈജസ്റ്റീവ് എൻസൈംസിൽ
നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ CCKയും സെക്രീറ്റിനും ആണ്. ഏതിന്റെ? ബൈൽ സെക്രീഷനും പാൻക്രിയാറ്റിക് സെക്രീഷനും. ഇവിടെ കണ്ടോ, സ്റ്റിമുലേഷൻ ആൻഡ് റിലീസ് ഓഫ് സോഡിയം ബൈകാർബണേറ്റും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത്. CCK also stimulates release of digestive enzymes from pancreas. Third question, ഇൻഫന്റിന്റെ ഗാസ്ട്രിക് ജ്യൂസിലെ കണ്ടന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഉണ്ട്? ഓപ്ഷൻ എ ന്യൂക്ലിയേസ്, പെപ്സിനോജൻ, ലൈപ്പേസ്. ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും? പെപ്സിനോജൻ ഇൻഫന്റിന്റെ ഗാസ്ട്രിക് ജ്യൂസിൽ ഉണ്ട് ആൻഡ് ലൈപ്പേസും ചെറിയ അമൗണ്ടിൽ ഉണ്ടെന്ന് പറയാം. പക്ഷെ ന്യൂക്ലിയേസ് നമ്മൾ പഠിച്ചിട്ടില്ല. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് മാൾട്ടേസ്, പെപ്സിനോജൻ ആൻഡ് റെനിൻ ഉണ്ടെന്നാണ് പറയുന്നത്. റെനിൻ നമുക്ക് ഉണ്ടെന്നറിയാം, പിന്നെ പെപ്സിനോജനും ഉണ്ടെന്നറിയാം, പക്ഷെ മാൾട്ടേസ് നമ്മൾ അഗെയിൻ പഠിച്ചിട്ടില്ല. ഇനി ഓപ്ഷൻ സി അമൈലേസ്, റെനിൻ ആൻഡ് പെപ്സിനോജൻ. എങ്ങനെയാണ്? പെപ്സിനോജനും റെനിനും ഉണ്ട്, പക്ഷെ അമൈലേസ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ കംപ്ലീറ്റ് ആൻസർ എന്തായിരിക്കും? റെനിൻ, ലൈപ്പേസ് ആൻഡ് പെപ്സിനോജൻ. ഈ ന്യൂക്ലിയേസും മാൾട്ടേസും അമൈലേസും ഒന്നും പ്രത്യേകിച്ച് ഇൻഫന്റ് ഗാസ്ട്രിക് ജ്യൂസിൽ കണ്ടെയ്നിങ് ആണ് നമ്മൾ പഠിച്ചിട്ടില്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, അബ്സോർപ്ഷൻ ഓഫ് ഫ്രക്ടോസ് ബൈ ദി ഇന്റെസ്റ്റൈനൽ മ്യൂക്കോസ. ഇതിപ്പോ ജസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഫ്രക്ടോസിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്? എക്സ്ക്ലൂസീവ്ലി ബൈ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടിന് നമ്മളിപ്പോ കണ്ടതാണ്. അതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർബോക്സി പെപ്റ്റിഡേസ് റിക്വയർസ് ഡാഷ് ഫോർ ഇറ്റ്സ് ആക്ടിവിറ്റി. ഏതാണ് കാർബോക്സി പെപ്റ്റിഡേസ്? മിനറൽ ന്യൂട്രീഷന്റെ ചാപ്റ്റർ ആണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് കാർബോക്സി പെപ്റ്റിഡേസിന് എന്തിന്റെ ഹെൽപ്പ് വേണം? സിങ്കിന്റെ ഹെൽപ്പ് വേണം. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, Na+ and other carrier ions facilitate absorption of. നമുക്കറിയാം ഞാൻ നേരത്തെ NCERTയിലെ സെന്റൻസ് പറഞ്ഞ കുറച്ച് സെന്റൻസ് കാണിച്ചിരുന്നു. അതിൽ ഏതിനായിരുന്നു ഈ ആക്ടിവിറ്റി? സിമ്പിൾ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിന്റെ പറഞ്ഞത് മോണോസാക്കറൈഡ്സ് ലൈക്ക് ഗ്ലൂക്കോസ് ആയാലും അമിനോ ആസിഡ്സ് ആയാലും ക്ലോറൈഡ് അയൺസ് ആയാലും സിമ്പിൾ ഡിഫ്യൂഷൻ പോകും. ഫ്രക്ടോസിന് അമിനോ ആസിഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഫെസിലിറ്റേറ്റഡ് അല്ലെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പറയാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? Na+ഉം ബാക്കിയുള്ള കാരിയർ അയൺസും ഉപയോഗിച്ച് പോകുന്ന ഫെസിലിറ്റേറ്റ് ദി അബ്സോർപ്ഷൻ ഓഫ് ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ എന്താണ്? സോഡിയം ഡിപ്പെൻഡന്റ് കോ ട്രാൻസ്പോർട്ട് വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? അമിനോ ആസിഡ്സ് ആൻഡ് ഗ്ലൂക്കോസ്. എന്തുകൊണ്ടാന്ന് ഇനി പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഓൾറെഡി കാർബോഹൈഡ്രേറ്റിന്റെ അബ്സോർപ്ഷൻ പറഞ്ഞ സോഡിയം ഡിപ്പെൻഡന്റ് ഗ്ലൂക്കോസും ഗാലക്ടോസും. ഫ്രക്ടോസ് എങ്ങനെ? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അതേപോലെ ഫ്രീ അമിനോ ആസിഡ്സ് Na+ ഡിപ്പെൻഡന്റ് ആണ്. ഡൈപെപ്റ്റൈഡ് ആൻഡ് ട്രൈപെപ്റ്റൈഡ് H+ ഡിപ്പെൻഡന്റ് ആണ്. ആൻഡ് ഫാറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിന്റെ കൈലോ മൈക്രോണും കാര്യങ്ങളൊക്കെ ഇൻടു ലിംഫാറ്റിക് സിസ്റ്റം. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? സോഡിയം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളത് അമിനോ ആസിഡ്സ് ആൻഡ് ഗ്ലൂക്കോസ്. ഒരു ഈസി വഴി ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ വൺസ് ഇഫ് യു ഡോണ്ട് നോ അമിനോ ആസിഡ് ഗ്ലൂക്കോസ് എങ്ങനെയാന്നുള്ളത് എങ്ങനെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം ഫ്രക്ടോസ് അല്ലെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം എന്താ? ഫ്രക്ടോസിന് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ ആയിരിക്കില്ല. ഇനി സെക്കൻഡ് ആൻഡ് തേർഡ് ഓപ്ഷൻ ഫാറ്റി ആസിഡ്സ്. ഫാറ്റി ആസിഡ്സ് എങ്ങനെയാണ് നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് അറിയാം? കൈലോ മൈക്രോൺസ് യൂസ് ചെയ്താണ് അവരുടെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻ ആയിരിക്കില്ല. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻ ഡി. ഇനി സെവൻത് ക്വസ്റ്റ്യൻ, സെക്രേറ്റ് ഇൻ കോളിസിസ്റ്റോകൈനിൻ ആർ സെക്രീറ്റഡ് എന്നാണ് ചോദിച്ചത്. എവിടെയാണ് അവരുടെ സെക്രീഷൻ? ഒന്നാമത്തെ കാര്യം നമുക്കറിയാം ഇന്റസ്റ്റൈന്റെ ഏതോ പാർട്ടിലാണ്. അപ്പൊ ഇന്റസ്റ്റൈന്റെ മേജർ ഏത് ചങ്കിലാണ് സെക്രീറ്റഡ്? ആൻസർ വിൽ ബി ഡുവോഡിനം. കാരണം എന്താ? പൈലോറിക് റീജിയൻ, അതായത് സ്റ്റമക്കിന്റെ എൻഡ് റീജിയൻ വിച്ച് സ്റ്റാർട്ട്സ് വിത്ത് ഡുവോഡിനം, അവിടെ എന്തായാലും പ്രത്യേകിച്ച് ഒരു സെക്രീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈസോഫേഗസിൽ പിന്നെ ആകെ പഠിച്ചത് മസ്കുലർ കോൺട്രാക്ഷൻ, പെരിസ്റ്റാൾസിസ് എന്നുള്ളതാണ്. ഇലിയമില് മേജർ ആയിട്ട് നടക്കുന്നത് അബ്സോർപ്ഷൻ ആണ് ആൻഡ് ഫൈനൽ പാർട്ട് ഓഫ് ഡൈജഷൻ ആണ്. ആൻഡ് ഹോർമോൺസ് ആർ ഡയറക്ട്ലി സെക്രീറ്റഡ് ഇൻ ഡുവോഡിനം. സെവൻത് ക്വസ്റ്റ്യൻ ആൻസർ സി. എയ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ആക്ട് ഇൻ ലോ pH, അതായത് pH കുറഞ്ഞ അവസ്ഥയിൽ ആക്ട് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? നമുക്കറിയാം ഏറ്റവും അസിഡിക് pH ലോ pH ആക്ട് ചെയ്യുന്നത് സ്റ്റമക്കിലാണ്. സ്റ്റമക്കിൽ ആർക്ക് വേണ്ടിയാണ് ഈ ലോ pH ആവുന്നത്? പ്രോട്ടീൻ ഡൈജഷൻ പെപ്സിൻ ആണ് ഇത്രയും ലോ pH ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? പ്രോട്ടിയേസസ്, അതായത് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ്. ഫോർ എക്സാമ്പിൾ പെപ്സിൻ. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് is synthesized and stored in the liver cells എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏതാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്, ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഗാലക്ടോസ് ആണോ? അല്ല. ലാക്ടോസ് അല്ല. സ്റ്റോറേജ്, സിന്തസിസ് ആൻഡ് സ്റ്റോറേജ് നമുക്കറിയാം ഏതാണ് നടക്കുന്നത്? ഗ്ലൂക്കോസ് ആണ് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മൾ പതുക്കെ ഗ്ലൈക്കോജൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി, ഗ്ലൈക്കോജൻ. 10th ക്വസ്റ്റ്യൻ, ദ ഡിസീസ് കോസ്ഡ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് നിക്കോട്ടിനിക് ആസിഡ്സ്. ഏതാണ്? അനീമിയ അല്ല.
ഓസ്റ്റിയോമലേഷ്യ അല്ല, ഓസ്റ്റിയോമലേഷ്യ വൈറ്റമിൻ ഡിന്റെ ആണ്, നിക്കോട്ടിനിക് ആസിഡിന്റെ അല്ല. സെറോഫ്താൽമിയ എന്താണ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നൊക്കെ പറയുന്ന സാധനം വൈറ്റമിൻ എന്റെ ആണ്. പെല്ലാഗ്രയാണ് ആൻസർ. നിക്കോട്ടിനിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നത്. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, പെല്ലാഗ്ര. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ ആക്റ്റീവ് എൻസൈം ഇൻ ദി പാൻക്രിയാസ്? ഏതാണ് ആക്റ്റീവ് ആയിട്ട് പാൻക്രിയാസിന് സെക്രീറ്റഡ് ആവുന്നതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ജെൻ എന്ന് അവസാനിക്കുന്നതും പ്രോ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതും പെപ്സിനോജൻ, ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, ഇവരൊക്കെ എങ്ങനെയാണ്? ഇൻആക്റ്റീവ് എൻസൈം ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആക്റ്റീവ് എൻസൈം ആണ്. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി, ന്യൂക്ലിയേസസ്. അതിന്റെ എക്സ്പ്ലനേഷൻ, ദ ഇൻആക്റ്റീവ് എൻസൈംസ് ഓഫ് പാൻക്രിയാസ് ആണ്. ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ബാക്കിയുള്ള അതർ പാൻക്രിയാറ്റിക് എൻസൈംസ് ലൈക്ക് അമൈലേസ്, ലൈപ്പേസ്, ന്യൂക്ലിയേസസ് ഒക്കെ എങ്ങനെയാണ്? ആക്റ്റീവ് എൻസൈംസ് ആയിട്ടാണ് സെക്രീറ്റഡ് ആവുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻസൈംസ് ആക്ടിവേറ്റ് ട്രിപ്സിനോജൻ? ട്രിപ്സിനോജനെ ആക്ടിവേറ്റ് ചെയ്യുന്ന എൻസൈം ഏതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? എന്റെറോകൈനേസ് ബൈ ദി ഇന്റെസ്റ്റൈനൽ മ്യൂക്കോസ. കൈമോട്രിപ്സിൻ ഇസ് ഇൻ ഫർദർ ആക്ടിവേറ്റഡ് ബൈ എന്ത്? നമ്മുടെ ട്രിപ്സിൻ. അല്ലാണ്ട് ട്രിപ്സിനോജൻ ആക്ടിവേറ്റ് ചെയ്യുന്നതല്ല കൈമോട്രിപ്സിൻ. ആൻഡ് അഗൈൻ ലൈപ്പേസും ഇങ്ങനെയല്ല. ബൈല ആകെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഏതിനെയാണ്? ലൈപ്പേസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് എൻസൈംസിനെയാണ്, അല്ലാണ്ട് ഏതല്ല? നമ്മുടെ ട്രിപ്സിനോജനെ അല്ല. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ ബൈൽ എന്നാണ് ക്വസ്റ്റ്യൻ. ബൈലിൽ ഇല്ലാത്തത് ഏത്? നമുക്കറിയാം എന്താണ് ബൈൽ സെക്രീഷൻ കണ്ടപ്പോ അതിൽ എന്തൊക്കെ സെക്രീഷൻസ് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. ബൈൽ സോൾട്ട് ഉണ്ട്, ബൈൽ പിഗ്മെന്റ്സ് ഉണ്ട്, ആൻഡ് ഫോസ്ഫോലിപ്പിഡ് ഉണ്ട് നമ്മൾ പഠിച്ചിരുന്നു. ഇതില് ബൈൽ പിഗ്മെന്റ്സിൽ ബിലിറുബിൻ, ബിലിവാർഡിൻ വരും. ബൈൽ സോൾട്ട് വന്നു, കൊളസ്ട്രോൾ, ഫോസ്ഫോലിപ്പിഡ് ഒക്കെ ഉണ്ട്. പക്ഷെ നോ എൻസൈംസ് ആർ സീൻ ഇൻ ബൈൽ ജ്യൂസ്. അപ്പൊ ആ ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് കടക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്, ബിലിറുബിൻ ഉണ്ട്, ബിലിവേർഡിൻ ഉണ്ട്. ഇവ രണ്ടും എന്താണ്? ബൈൽ പിഗ്മെന്റ്സ്. ഇനി ന്യൂക്ലിയസ് എന്താണ്? ഏസിൽ എൻഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എൻസൈംസ് ആണ്. പക്ഷെ എൻസൈംസ് ആർ ആബ്സെന്റ് ഇൻ ബൈൽ. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി, ന്യൂക്ലിയസസ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് സെക്രീഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി ഇന്റെസ്റ്റൈനൽ ജ്യൂസ്? ഏത് സെക്രീഷൻ ആണ് ഇന്റെസ്റ്റൈനൽ ജ്യൂസിന്റെ സെക്രീഷൻ ആണെന്ന് പറയാൻ പറ്റുന്നത്? ഏതാണ്? ബൈൽ ജ്യൂസ്. ബൈൽ ജ്യൂസ് ഇന്റെസ്റ്റൈനൽ ജ്യൂസിന്റെ അല്ലെങ്കിൽ സക്കസ് എൻറ്ററിക്കസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. പാൻക്രിയാറ്റിക് ജ്യൂസ് അഗെയിൻ അല്ല. പാൻക്രിയാറ്റിക് ജ്യൂസ് പാൻക്രിയാസിൽ നിന്ന് വരുന്നതാണ്, അതല്ല ഇന്റെസ്റ്റൈനൽ ജ്യൂസ്. സ്റ്റൊമക് സെക്രീഷൻസും അല്ല. പിന്നെ ഏതാണ്? സെക്രീഷൻസ് ഓഫ് ബ്രഷ് ബോർഡർ സെൽസ് ആൻഡ് ഗോബ്ലെറ്റ് സെൽസിനെയാണ് ടുഗെദർ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റെസ്റ്റൈനൽ ജ്യൂസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ ഇന്റെസ്റ്റൈനൽ മ്യൂക്കോസൽ എപ്പിത്തീലിയം അവർക്ക് എന്തൊക്കെ ഉണ്ട്? ഗോബ്ലെറ്റ് സെൽ ഉണ്ട് വിച്ച് സെക്രീറ്റ് മ്യൂക്കസ്. അത് കഴിഞ്ഞ് ബ്രഷ് ബോർഡർ സെൽസ് ഓഫ് ദി മ്യൂക്കോസ അലോങ് വിത്ത് ദ സെക്രീഷൻസ് ഓഫ് ഗോബ്ലെറ്റ് സെൽ എന്തുണ്ടാക്കുന്നു? ഇന്റെസ്റ്റൈനൽ ജ്യൂസ് അല്ലെങ്കിൽ സക്കസ് എൻറ്ററിക്കസ് ഉണ്ടാക്കുന്നു. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ബൈൽ പ്രൊട്ടക്ട്സ് ദി ഇന്റെസ്റ്റൈനൽ മ്യൂക്കോസ ഫ്രം ആസിഡ് ആൻഡ് ആൽക്കലൈൻ മീഡിയം എന്നാണ് പറയുന്നത്. അതായത് ഇന്റെസ്റ്റൈനൽ മ്യൂക്കോസിന്റെ ആസിഡ് ഓവർ അസിഡിക് ആവുന്നതിലും ഓവർ ആൽക്കലൈൻ ആവുന്നതിലും ബൈലാണ് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഇതൊരു എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചത് ആരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? അങ്ങനെ ആര് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്? ബൈകാർബണേറ്റ്സ്. അതായത് പാൻക്രിയാസിൽ ഉണ്ടാകുന്ന ബൈകാർബണേറ്റ്സ് അലോങ് വിത്ത് സം മ്യൂക്കസ് സെക്രീറ്റഡ് ബൈ ദി സബ് മ്യൂക്കോസൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഡുവോഡിനത്തിലെ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡിന്റെ സെക്രീഷനായ മ്യൂക്കസും ബൈകാർബണേറ്റും ആണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പഠിച്ചത്? ഇന്റെസ്റ്റൈനൽ മ്യൂക്കോസൽ പ്രൊട്ടക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ്. ഇനി എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ ദ മ്യൂക്കസ് അലോങ് വിത്ത് ബൈകാർബണേറ്റ്സ് ഫ്രം ദി പാൻക്രിയാസ് ആണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആൻഡ് സബ് മ്യൂക്കോസൽ ഗ്ലാൻഡ് ആയ ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് ഇൻ ഡുവോഡിനം ഓൾസോ ഹെൽപ്സ് വിത്ത് ദിസ്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ പെപ്റ്റോൺസ്? എന്താണ് പെപ്റ്റോൺസ് എന്നാണ് ക്വസ്റ്റ്യൻ. പാർഷ്യലി ഹൈഡ്രോലൈസ്ഡ് പ്രോട്ടീൻ, കംപ്ലീറ്റ്ലി ഹൈഡ്രോലൈസ്ഡ് പ്രോട്ടീൻ, ഇൻകംപ്ലീറ്റ്ലി ലൈഗേസ്ഡ് പ്രോട്ടീൻ, ഹൈഡ്രോലൈസ്ഡ് പ്രോട്ടീൻ. അതിന്റെ ഏറ്റവും മോസ്റ്റ് കറക്റ്റ് ആൻസർ എന്തായിരിക്കും? പാർഷ്യലി ഹൈഡ്രോലൈസ്ഡ് പ്രോട്ടീനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പെപ്റ്റോൺ എന്ന് വിളിക്കുന്നത്. എന്റെ ആൻസർ ഓപ്ഷൻ എ. ഇനി എക്സ്പ്ലനേഷൻ, പെപ്റ്റോൺസ് എന്താണ്? പാർഷ്യലി ഹൈഡ്രോലൈസ്ഡ് പ്രോട്ടീൻ ആണ്. ആൻഡ് പ്രോട്ടീൻസ്, പ്രോട്ടിയോസിസ്, പെപ്റ്റോൺസ് ഇവരൊക്കെ ഇൻ ദി കൈം ആഫ്റ്റർ റീച്ചിങ് ദി സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആര് വന്ന് ആക്ട് ചെയ്യുന്നു? നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസിലെ പ്രോട്ടിയോലിറ്റിക് എൻസൈം വന്ന് ആക്ട് ചെയ്ത് അവരെ ഫർദർ എന്ത് ചെയ്തു? ഹൈഡ്രോളിസിസ് നടത്തുന്നു.
Seventh question. In the small intestine, carbohydrates are broken down into which of the following? ഏതാണ്? മോണോസാക്രൈഡ്സ്, ഡൈസാക്രൈഡ്സ്, ട്രൈസാക്രൈഡ്സ് ആൻഡ് പോളിസാക്രൈഡ്സ്. ഇതിന്റെ ആൻസർ എന്താണ്? നമ്മള് ഫോർമുല എഴുതിയപ്പോഴും, ഫോർമുല നമ്മുടെ കൺവേർഷൻ എഴുതിയപ്പോഴും എങ്ങനെയാണ് ഫൈനൽ കൺവേർഷൻ നമ്മൾ കണ്ടത്? കാർബോഹൈഡ്രേറ്റ്സ് എങ്ങനെയാണ് കൺവേർഷൻ കണ്ടത്? ഇൻടു ഡൈസാക്രൈഡ്സ്. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഡൈസാക്രൈഡ്സ്. ഇനി ഡൈസാക്രൈഡ്സിലേക്ക് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലെ ഡൈസാക്രൈഡേസസ് വന്ന് ആക്ട് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? മോണോസാക്രൈഡ്സ് ഒക്കെ ഉണ്ടാവുന്നത്. പിന്നെ ആൻസർ എന്താ? ഓപ്ഷൻ ബി, ഡൈസാക്രൈഡ്സ്. ഇനി 8th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോഡക്റ്റ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ന്യൂക്ലിക് ആസിഡ്? ന്യൂക്ലിയോടൈഡ് ആണ്, ന്യൂക്ലിയോസൈഡ് ആണ്, നൈട്രജൻ ബേസ് ആണ്, ഷുഗറും ആണ്, ഫോസ്ഫേറ്റും ആണ് നമുക്ക് പറയാം. പക്ഷെ ഗ്ലിസറോൾ ഫാറ്റിന്റെ ബ്രോക്കൺ ഡൗൺ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ സി. ഇനി 9th ക്വസ്റ്റ്യൻ. വേർ ഡസ് ദി ബ്രേക്ക് ഡൗൺ ഓഫ് ബയോ മാക്രോ മോളിക്യൂൾസ് ടേക്ക് പ്ലേസ്? ബയോ മാക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നത് വലിയ മോളിക്യൂൾസിന്റെ ബ്രേക്ക് ഡൗൺ എവിടെയാണ് ആക്ച്വലി നടക്കുന്നതെന്നാണ്. എവിടെയാണ്? ഐലിയം. ബയോ മാക്രോ മോളിക്യൂൾസ് ഐലിയത്തിൽ എത്തുമ്പോഴേക്കും ഓൾറെഡി എങ്ങനെയാണ്? ബ്രോക്കൺ ഡൗൺ ആണ്. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. ജജനം നമ്മൾ എവിടെയും ഡൈജഷന്റെ ഇതിൽ പഠിച്ചിട്ടില്ല എന്ത് ഇമ്പോർട്ടന്റ് എന്തെങ്കിലും ചെയ്യുന്നു. ഇനി പാൻക്രിയാസ് നമുക്കറിയാം എന്ത്? ഡൈജഷൻ ബ്രേക്ക് ഡൗൺ അല്ല എക്സാക്ട്ലി നടക്കുന്നത്. പാൻക്രിയാസ് എന്താണ്? ജസ്റ്റ് പാൻക്രിയാറ്റിക് ഡക്ട് വഴി അതിന്റെ സെക്രീഷൻ റിലീസ് ചെയ്യും ഇൻടു ഡുവോഡിനം എന്നേ ഉള്ളൂ. അല്ലാണ്ട് മെയിൻ സൈറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ആൻസർ എന്തും? ഓപ്ഷൻ സി, ഡുവോഡിനം. അല്ല, അങ്ങനെ ബ്രോക്കൺ ഡൗൺ ആയിട്ടുള്ളത് അബ്സോർപ്ഷൻ ആണ് ജജനത്തിലും ഇലിയത്തിലും ഒക്കെ നടക്കുന്നത്. ഇനി 10th ക്വസ്റ്റ്യൻ. നോ സിഗ്നിഫിക്കന്റ് ഡൈജസ്റ്റീവ് ആക്ടിവിറ്റി ഒക്കേഴ്സ് ഇൻ ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? നമുക്കറിയാം ഓൾറെഡി ഐലിയത്തിലും ജജനത്തിലും, സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ ഐലിയത്തിലും ജജനത്തിലും എത്തുമ്പോൾ തന്നെ ഡൈജഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇങ്ങനെ ലാർജ് ഇൻറ്റസ്റ്റൈൻ അതും കഴിഞ്ഞ് വരുന്നതാണ്. അതിൽ നോ സിഗ്നിഫിക്കന്റ് ഡൈജസ്റ്റീവ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ട്രൂ ആണ്. ആൻഡ് ദ ഓൺലി നോൺ ഫംഗ്ഷൻ ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്താണ്? അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, മിനറൽസ് ആൻഡ് സർട്ടൻ ഡ്രഗ്സ്. ആൻഡ് ഇന്നർ ലെയർ ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ത് ചെയ്യുന്നു? സം amount of mucus secrete ചെയ്യുന്നു, which helps the waste particles to be bound together. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ട്രൂ. അപ്പൊ ഇതോടെ നമ്മുടെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. We solved almost all questions of NCERT എക്സാംപ്ലർ ആൻഡ് കുറച്ച് ഇമ്പോർട്ടന്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്നത്തെ ഈ ചാപ്റ്റർ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ് അലോങ് വിത്ത് ദ സെഷൻ. താങ്ക് യു.